ഞാൻ എടുക്കാൻ പോകുന്നത് BA BSc ഓഡിറ്റ് കോഴ്സായിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. 200 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ 2 വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയിട്ട് കാണാം. ഇവിടെ 201ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തോൺ ഫോറസ്റ്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ ഡേഷ് റീജിയൻസ്. സെമി ആരിഡ് റീജിയൻസ് ആണ് കേട്ടോ. തോൺ ഫോറസ്റ്റ്സ് ഫൗണ്ട് ഇൻ ദ സെമി ആരിഡ് റീജിയൻസ്. തോൺ എന്ന് പറഞ്ഞാൽ മുള്ള് ഫോറസ്റ്റ്, മുള്ളുകാട് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ ദ സെമി ആരിഡ് റീജിയൻസിലാണ്. 202ാമത്തെ ക്വസ്റ്റ്യൻ, എ ഹോക്ക് ദാറ്റ് ഈറ്റ്സ് എ ഫ്രോഗ് ഈസ് എ ടേർഷ്യറി കൺസ്യൂമർ ആണ്. ഒരു ഹോക്ക് ദാറ്റ് ഈറ്റ്സ് എ ഫ്രോഗ് ഈസ് എ ടേർഷ്യറി കൺസ്യൂമർ. അതൊരു ടേർഷ്യറി കൺസ്യൂമർ ആണ് കേട്ടോ. 203ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ലോട്ടിക് സിസ്റ്റം. ലോട്ടിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്താണ്? റിവറാണ് കേട്ടോ. ലോട്ടിക് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ റിവറാണ്. 204ാമത്തെ ക്വസ്റ്റ്യൻ, ലോട്ടിക് എക്കോസിസ്റ്റം റെഫേഴ്സ് ടു. ലോട്ടിക് എക്കോസിസ്റ്റം റെഫേഴ്സ് ടു എക്കോസിസ്റ്റം ഓഫ് ഫ്ലോയിങ് വാട്ടർ. എക്കോസിസ്റ്റം ഓഫ് ഫ്ലോയിങ് വാട്ടർ ആണ് ലോട്ടിക് എക്കോസിസ്റ്റത്തിന് റെഫർ ചെയ്യുന്നത്. ലോട്ടിക് എക്കോസിസ്റ്റം റെഫർ ചെയ്യുന്നത് എക്കോസിസ്റ്റം ഓഫ് ഫ്ലോയിങ് വാട്ടർ ആണ് കേട്ടോ. 205ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോട്രോഫ്സ് ആർ. ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓട്ടോട്രോഫ്സ് ആർ പ്രൊഡ്യൂസേഴ്സ്. 206ാമത്തെ ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ഫ്രം ന്യൂട്രീഷൻ ആർ കോൾഡ് കൺസ്യൂമേഴ്സ്. ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് ഫോർ ന്യൂട്രീഷൻ ആർ കോൾഡ് കൺസ്യൂമേഴ്സ്. 207ാമത്തെ ക്വസ്റ്റ്യൻ, ദ സോഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഈസ് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ദ സോഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നുമാണ്. 208ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ ഷെയ്ഡ് ആർ കോൾഡ് സയോഫൈറ്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സ് ഗ്രോ ചെയ്യും ഷെയ്ഡ്, അതായത് വെയിലില്ലാത്ത റീജിയനാണ് ഷെയ്ഡായിട്ടുള്ള റീജിയൻ എന്ന് പറയാം. തണലിൽ ഉണ്ടാകുന്ന സയോഫൈറ്റ്സ് ആണ്. സയോഫൈറ്റ്സ് കേട്ടോ. 209ാമത്തെ ക്വസ്റ്റ്യൻ, ഫോട്ടോസിന്തസിസ് ഫൗണ്ട് ഇൻ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്താണ്? പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഫോട്ടോസിന്തസിസ് എവിടെ ഉണ്ടാകുന്നത്? പ്ലാന്റ്സിലാണ്. അതാണ് പ്രൊഡ്യൂസേഴ്സ്. 210ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈറ്റോപ്ലാങ്ക്ടൺ ആർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലേക്സ് ആണ്. ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലേക്സ് ആണ് കേട്ടോ. ലേക്സിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ് ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. 211ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ റിസർവോയർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഓഷ്യൻ ബെഡാണ് കേട്ടോ. ദ മേജർ റിസർവോയർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഓഷ്യൻ ബെഡാണ്. 212ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിംപ്ലസ്റ്റ് അക്വാറ്റിക് എക്കോസിസ്റ്റം ക്യാൻ ബി സീൻ ഇൻ എ പോണ്ട്. ദ സിംപ്ലസ്റ്റ് അക്വാറ്റിക് എക്കോസിസ്റ്റം ക്യാൻ ബി സീൻ ഇൻ എ പോണ്ട്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അക്വാറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു കുളത്തിലാണ് കാണുക കേട്ടോ. സിമ്പിളാണ്. 213, വാട്ട് ഈസ് ഹിബർനേഷൻ ആൻഡ് എസ്റ്റിവേഷൻ. വാട്ട് ഈസ് ഹിബർനേഷൻ ആൻഡ് എസ്റ്റിവേഷൻ? തെർമൽ അഡാപ്റ്റേഷൻ ഷോൺ ബൈ ആനിമൽസ് ആണ് കേട്ടോ. തെർമൽ അഡാപ്റ്റേഷൻ ഷോൺ ബൈ ആനിമൽസ് ആണ് ഹിബർനേഷൻ ആൻഡ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? തെർമൽ അഡാപ്റ്റേഷൻ ഷോൺ ബൈ ആനിമൽസ്. 214ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലെൻറ്റിക് ഹാബിറ്ററ്റ്? എന്താണ് ലെൻറ്റിക് ഹാബിറ്ററ്റ്? സ്റ്റാൻഡിങ് ഓർ സ്റ്റിൽ വാട്ടർ ഹാബിറ്ററ്റ് ആണ് എന്ത്? ലെൻറ്റിക് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ഓർ സ്റ്റിൽ വാട്ടർ ഹാബിറ്ററ്റിനെയാണ് ലെൻറ്റിക് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. 215ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലാങ്ക്ടൺ? എന്താണ് പ്ലാങ്ക്ടൺ? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുക. പ്ലാന്റ്സും ആനിമൽസും അതിനകത്ത് വരും. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസുമിനെയാണ് പ്ലാങ്ക്ടൺ എന്ന് നമ്മൾ പറയാം. ഓക്കെ. 216ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാനോപ്പി? എന്താണ് കാനോപ്പി? അപ്പർ മോസ്റ്റ് ലെവൽ ഓഫ് ദ ഫോറസ്റ്റ്. അപ്പർ മോസ്റ്റ് ലെവൽ ഓഫ് ദ ഫോറസ്റ്റിനെയാണ് നമ്മൾ കനോപ്പി എന്ന് പറയാം കേട്ടോ. ഫോറസ്റ്റിലുള്ള അപ്പർ മോസ്റ്റ് ലെവലിനെയാണ് നമ്മൾ കനോപ്പി എന്ന് പറയാം. 217ാമത്തെ ക്വസ്റ്റ്യൻ, നോർത്ത് അമേരിക്കൻ ഗ്രാസ് ലാൻഡ് ആർ കോൾഡ് പ്രയറീസ് എന്നാണ് നോർത്ത് അമേരിക്കൻ ഗ്രാസ് ലാൻഡിനെ നമ്മൾ പറയാം. പ്രയറീസ് ആണ് കേട്ടോ. 218ാമത്തെ ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സ് ആർ കോൾഡ് സാവന്ന. ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിനെ നമ്മൾ സാവന്ന എന്ന് പറയാം കേട്ടോ. ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിനെ നമ്മൾ സാവന്ന എന്നാണ് പറയാം. 219ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ പ്ലാന്റ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ഡീപ് സീ. വൈ? ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം ആബ്സെൻ്റ് ആണ് ഡീപ്പ് സീയിൽ. എന്തുകൊണ്ടാണ്? ലൈറ്റ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. ലൈറ്റ് ഉണ്ടെങ്കിലാണ് അതിന് ഗ്രീൻ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം ആബ്സെൻ്റ് ആണ് ഡീപ്പ് സീയിൽ കേട്ടോ. അവിടെ സൺലൈറ്റ് എത്തില്ല, ലൈറ്റ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. 220ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡെസേർട്ടിഫിക്കേഷൻ? എന്താണ് ഡെസേർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്.
all of the above എന്നാണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ടു ഡെസേർട്ട്, കൺവേർഷൻ ഓഫ് ക്രോപ്പ് ലാൻഡ്സ് ഇൻ ടു ഡെസേർട്ട്, കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഇൻ ടു ഡെസേർട്ട്. ഇതെല്ലാം എന്താണ്? ഡെസേർട്ടിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. 221 ക്വസ്റ്റ്യൻ, സൾഫർ ബാക്ടീരിയ ആർ എക്സാമ്പിൾസ് ഓഫ് ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾസ് ആണ് സൾഫർ ബാക്ടീരിയ. സൾഫർ ബാക്ടീരിയ ഇസ് എക്സാമ്പിൾ ഓഫ് ഓട്ടോട്രോപ്സിനാണ് കേട്ടോ. 222 ക്വസ്റ്റ്യൻ, ഗ്രീൻലാൻഡ് ബയോം എന്ന് പറയുന്നത് പാമ്പസ് ആണ്. ഗ്രീൻലാൻഡ് ബയോം പാമ്പസ് ആണ് കേട്ടോ. പാമ്പസ്. വാട്ട് ഈസ് ഡീപ്പ് എക്കോളജി? എന്താണ് ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റിംഗ് നാച്ചർ ഫോർ ഇറ്റ്സ് ഓൺ സേക്കിനെയാണ് നമ്മൾ ഡീപ്പ് എക്കോളജി എന്ന് പറയാം. 224 ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ് കേട്ടോ. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഇന്ത്യൻ ബേർഡ്സിലുള്ള. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. 225 ക്വസ്റ്റ്യൻ, ഡാഷ് സ്പീഷീസ് ഇസ് നോൺ ആസ് അസാഡിറാക്റ്റ ഇൻഡിക്ക. ഡാഷ് സ്പീഷീസ് ഇസ് നോൺ ആസ് അസാഡിറാക്റ്റ ഇൻഡിക്ക. നീമാണ് കേട്ടോ. നീം. സ്പീഷീസ് നോൺ ആസ് അസാഡിറാക്റ്റ ഇൻഡിക്ക. നീം എന്ന് പറഞ്ഞ സ്പീഷീസാണ് കേട്ടോ. 226 ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മെറൈൻ ടോർട്ടോയിസ് വിച്ച് ഷോസ് ദ യുണീക്ക് ഫെനോമിനൻ അരിബാഡ. ഒലീവ് റിഡ്ലി ആണ് ഒരു മറൈൻ ടോർട്ടോയിസ് ആണ് വിച്ച് ഷോസ് ദ യുണീക്ക് ഫെനോമിനൻ അരിബാഡ. ഓക്കെ, ഒലീവ് റിഡ്ലി ആണ് കേട്ടോ. 227 ക്വസ്റ്റ്യൻ, ഡാഷ് ട്രീ ഈസ് നോൺ ആസ് ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ്. ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് ഏത് ട്രീ ആണ്? ബ്യൂട്ടി മോണോസ്പെർമയാണ് കേട്ടോ. മോണോസ്പെർമയാണ് എന്ത്? ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. 228 ക്വസ്റ്റ്യൻ, ഓൾ ആർ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ എഫേർട്സ് എക്സെപ്റ്റ് സൂ. ഓൾ ആർ ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ എഫേർട്സ് എക്സെപ്റ്റ് സൂ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ആണെന്നാണ് പറഞ്ഞത്. നാഷണൽ പാർക്കും സാങ്ച്വറീസും ബേർഡ് സാങ്ച്വറി എല്ലാം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ആണ്. സൂ മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ അല്ലാത്തത്. 229 ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ടോട്ടൽ വേൾഡ് സ്പീഷീസ് ആർ പ്രസൻറ്റ് ഓൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനകത്താണ് 50% ഓഫ് ടോട്ടൽ വേൾഡ് സ്പീഷീസ് ആർ പ്രസൻറ്റ്. ഓക്കെ. 230 ക്വസ്റ്റ്യൻ, ബിയേഴ്സ് ആർ യൂഷ്വലി ഹണ്ടഡ് ആൻഡ് കിൽഡ് ഫോർ ദെയർ സ്കിൻ. ബിയേഴ്സ് ആർ യൂഷ്വലി ഹണ്ടഡ് ആൻഡ് കിൽഡ് ഫോർ ദെയർ സ്കിൻ. ഓക്കെ. 231 ക്വസ്റ്റ്യൻ, ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ. ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഇക്വേറ്ററിലേക്ക് പോകുന്തോറും കൂടി വരുമെന്നുള്ളതാണ്. ഇൻക്രീസസ് ടുവേർഡ്സ് ദ ഇക്വേറ്ററായിട്ട് അടുക്കും തോറും ബയോഡൈവേഴ്സിറ്റി കൂടുന്നു. ഓക്കെ. 232 ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ബക്ക് ഈസ് എ ഡിയർ. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഒരു ഡിയർ ആണ് കേട്ടോ. ബ്ലാക്ക് ബക്ക് ഈസ് എ ഡിയർ. 233 ക്വസ്റ്റ്യൻ, ബ്ലൂ വെയിൽ ഈസ് പ്ലേസ്ഡ് അണ്ടർ. ബ്ലൂ വെയിൽ ഈസ് പ്ലേസ്ഡ് അണ്ടർ എൻഡേഞ്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ബ്ലൂ വെയിൽ ഈസ് പ്ലേസ്ഡ് അണ്ടർ എൻഡേഞ്ചർഡ്. 234 ക്വസ്റ്റ്യൻ, കൺസർവേഷൻ വിത്തിൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ഈസ് ഇൻസിറ്റു കൺസർവേഷൻ. കൺസർവേഷൻ വിത്തിൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഓക്കെ, വിത്തിൻ നാച്ചുറൽ ഹാബിറ്ററ്റിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം കേട്ടോ. 235 ക്വസ്റ്റ്യൻ, ഡോഡോ ഈസ് എക്സ്റ്റിങ്ക്റ്റ് ആണ് കേട്ടോ. ഡോഡോ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആണ് ഡോഡോ. 236 ക്വസ്റ്റ്യൻ, എൻഡമിക് സ്പീഷീസ് ആർ സ്പീഷീസ് ലോക്കലൈസ്ഡ് ഇൻ എ സ്പെസിഫിക് റീജിയൻ. എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് സ്പീഷീസ് ലോക്കലൈസ്ഡ് ഇൻ എ സ്പെസിഫിക് റീജിയൻ. ഒരു സ്പെസിഫിക് റീജിയനിൽ ലോക്കലൈസ് ചെയ്തിരിക്കുന്നതിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ. 237 ക്വസ്റ്റ്യൻ, എക്സിറ്റു കൺസർവേഷൻ ഇൻക്ലൂഡ്സ് സൂ, ബൊട്ടാണിക് ഗാർഡൻ, ജേം പ്ലാസ്മം ബാങ്ക്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഇതെല്ലാം വരുന്നുണ്ട് എക്സിറ്റു കൺസർവേഷനകത്ത്. 238 ക്വസ്റ്റ്യൻ, ഗാരിയൽ ഈസ് എ ക്രോക്കോഡൈലാണ് കേട്ടോ. ഗാരിയൽ എന്ന് പറയുന്ന ഒരു ക്രോക്കോഡൈലാണ്. ഒരു ക്രോക്കോഡൈലാണ്. 239 ക്വസ്റ്റ്യൻ, ഹെർപ്പറ്റോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് റെപ്റ്റൈൽസ്. ഹെർപ്പറ്റോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് റെപ്റ്റൈൽസിനെയാണ് കേട്ടോ. റെപ്റ്റൈൽസിനെയാണ് ഡീൽ ചെയ്യുന്നത് ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് വിച്ച് ഡീൽ വിത്ത്
reptiles. Okay. 240th question. Hot spots are regions of high endemism. ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഹൈ എൻഡമിസം ഉള്ളതിനെയാണ് ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുക കേട്ടോ. എൻഡമിസം ഹൈ ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുക. ഓക്കെ, എൻഡമിസം കൂടുതലുള്ള റീജിയൻസിനെ ഹോട്ട് സ്പോട്ട് എന്നാണ് പറയുക. 241th question. India is primarily center of domestication of elephants. India is primary center of domestication of elephants. Domestication of elephants ഉള്ളതാണ് India is primary center ആണ് കേട്ടോ. Primary center of domestication of elephants എന്ന്. 242th question. IUCN, the International Union for Conservation of Nature and Natural Resources, headquarters is at മോക്സ് സ്വിറ്റ്സർലാൻഡിനാണ് കേട്ടോ. മോക്സ് സ്വിറ്റ്സർലാൻഡിലാണെന്ന് ആലോചിക്കുക. IUCN എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വിറ്റ്സർലാൻഡിലാണെന്ന് ആലോചിക്കുക. അപ്പോൾ മോർഗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു മോർഗസ് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് IUCN എന്ന് പറയുന്നത്. ഓക്കെ. 243th question. IUCN is also called as World Conservation Union. WCU. ഓക്കെ, വേൾഡ് കൺസർവേഷൻ യൂണിയൻ ആയിട്ടും IUCN അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വേൾഡ് കൺസർവേഷൻ യൂണിയൻ. 244th question. കില്ലിംഗ് ഓഫ് ആനിമൽസ് ഡിസ്റ്റർബ്സ് ദ ബാലൻസ് ഓഫ് നാച്ചർ. നമ്മൾ ആനിമൽസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാച്ചറിൻ്റെ ബാലൻസിനെ തന്നെ അത് ബാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. 245th question. MAB മാബ് പ്രോഗ്രാം സ്റ്റാൻഡ്സ് ഫോർ. മാബ് എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? മാൻ ആൻഡ് ബയോസ്ഫിയർ. മാൻ ആൻഡ് ബയോസ്ഫിയറിനെയാണ് മാബ് എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, MABൻ്റെ ഫുൾ ഫോം എന്താണ്? മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നുള്ളതാണ്. ഓക്കെ. 246th question. പാൻഗോളിൻസ് ഫീഡ്സ് ഓൺ ആൻസ്. പാൻഗോളിൻസ് ഫീഡ് ഓൺ ആൻസ് ആണ് കേട്ടോ. പാൻഗോളിൻസ് ഫീഡ് ഓൺ ആൻസ്. 247th question. റെഡ് ഡാറ്റ ബുക്ക് കണ്ടെയ്ൻസ് ഡാറ്റ ഓഫ് ത്രെട്ടൻഡ് സ്പീഷീസ്. റെഡ് ഡാറ്റ ബുക്ക് കണ്ടെയ്ൻസ് ഡാറ്റ ഓഫ് ത്രെട്ടൻഡ് സ്പീഷീസ് ആണ് കേട്ടോ. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ഒരു പട്ടികയാണ്, അതായത് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഭൂമിയിൽ നിന്നും കാണാതെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയാം. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാറ്റയാണ്, ഒരു ബുക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. നെയിംസൊക്കെ ഉള്ള ഒരു ബുക്കാണ്. 248th question. സൈലൻറ്റ് സ്പ്രിംഗ് ഈസ് എ വെൽ നോൺ ബുക്ക് റിട്ടൺ ബൈ. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വെൽ നോൺ ബുക്ക് റിട്ടൺ ബൈ റാഹേൽ കാർസൺ ആണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എഴുതിയത്. ഓക്കെ. 249th question. ദ ഡ്രഗ് മോർഫൈൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡാഷ് പ്ലാന്റ്. ഡ്രഗ് മോർഫൈൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒപ്പിയം പോപ്പിയിൽ നിന്നാണ് കേട്ടോ. ഒപ്പിയം പോപ്പിയിൽ നിന്നാണ് ഡ്രഗ് മോർഫൈൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. ഓക്കെ. 250th question. The first global environment protection treaty, the Montreal Protocol, was signed on September 26, 1987 കേട്ടോ. ഫസ്റ്റ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി ദ മോൺട്രിയൽ പ്രോട്ടോകോൾ വാസ് സൈൻഡ് ഓൺ സെപ്റ്റംബർ 26, 1987 ആലോചിക്കാം. 1987 ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 1987 ആലോചിക്കാം കേട്ടോ. സെപ്റ്റംബർ 26 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 1987 എന്നുള്ള ഒരു ആൻസറാണ് കൊടുക്കേണ്ടത്. 251th question. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഡിക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഈസ് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ്, അവരുടെ വാസസ്ഥലം നശിക്കപ്പെടുന്നതാണ് അതിന് കാരണം. ഇപ്പോൾ നമ്മൾ കാട് വെട്ടുന്ന സമയത്ത് എത്രയോ സ്പീഷീസ് ചിലപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? നശിപ്പിക്കപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ ഒരു വെള്ളം നമ്മൾ മണ്ണിടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു പോണ്ടിനകത്ത് നമ്മൾ വെള്ളം കൊണ്ടിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയനിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അവിടെയുള്ള ഹാബിറ്ററ്റ് മൊത്തം നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരുപാട് സ്പീഷീസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ഒരു ഡിക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു കാരണമാണ്. ഓക്കെ. 252th question. ദ ഓൺലി ഏപ്പ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഹൂലോക്ക് ഗിബ്ബൺ ആണ്. ദ ഓൺലി ഏപ്പ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഹൂലോക്ക് ഗിബ്ബൺ ആണ് കേട്ടോ. ഹൂലോക്ക് ഗിബ്ബൺ. 253th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഹാസ് മാക്സിമം ഡൈവേഴ്സിറ്റി. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ള റീജിയൻ ഇതിനകത്ത് ഏതാണെന്ന് ചോദിക്കുന്നത്? കോറൽ റീഫ്സ് ആണ് കേട്ടോ. കോറൽ റീഫ്സിനകത്താണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത്. കോറൽ റീഫ്സിനകത്താണ്. 254th question. വിച്ച് പ്ലാന്റ്സ് ഡൈ ആഫ്റ്റർ ഫ്ലവറിങ്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുന്ന പ്ലാന്റ് ഏതാണ്? ബാംബു ആണ് കേട്ടോ. ബാംബു ട്രീ എന്താണ്? ഫ്ലവറിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടും. ബാംബു ട്രീ ആണ്, മുള. ഓക്കെ. ഏത് പ്ലാന്റാണ് ഫ്ലവറിങ് ചെയ്താൽ മരിക്കുക, അതായത് പൂവിട്ട് കഴിഞ്ഞാൽ മരിക്കുന്നത്? ബാംബു ആണ് കേട്ടോ.
255-ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ട്രീ ഈസ് നോൺ ആസ് കോറൽ ട്രീ? ഏത് ട്രീ ആണ് കോറൽ ട്രീ എന്നറിയപ്പെടുന്നത്? എറിത്രിനയാണ് കോറൽ ട്രീ എന്നറിയപ്പെടുന്നത്. 256-ാമത്തെ ക്വസ്റ്റ്യൻ സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഈസ് ലൊക്കേറ്റഡ് അറ്റ് കോയമ്പത്തൂരിലാണ് കേട്ടോ. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഈസ് ലൊക്കേറ്റഡ് അറ്റ് കോയമ്പത്തൂർ. 257-ാമത്തെ ക്വസ്റ്റ്യൻ വേൾഡ് വൈൽഡ് ലൈഫ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ. വേൾഡ് വൈൽഡ് ലൈഫ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ് കേട്ടോ. ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ. 258-ാമത്തെ ക്വസ്റ്റ്യൻ സുവോളജിസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഈസ് അറ്റ് കൊൽക്കത്ത. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 259-ാമത്തെ ക്വസ്റ്റ്യൻ ദ സലീം അലി ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ് തട്ടേക്കാട്. സലീം അലി ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തട്ടേക്കാടാണ് കേട്ടോ. സലീം അലിൻ്റെ ബേർഡ് സാങ്ച്വറി തട്ടേക്കാടാണ്. 260-ാമത്തെ ക്വസ്റ്റ്യൻ ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് കോമൺലി കോൾഡ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ? സലീം അലിനെയാണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേട്ടോ. സലീം അലിനെയാണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 261-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫെനോമിനൻ ഓഫ് ഒക്കറൻസ് ഓഫ് അഡീഷണൽ സ്പീഷീസ് ഫൗണ്ട് ഇൻ ദ എക്കോട്ടോൺ ഓർ ട്രാൻസിഷണൽ സോൺ ബിറ്റ്വീൻ അഡ്ജോയിനിങ് എക്കോസിസ്റ്റം ഈസ് നോൺ ആസ് എഡ്ജ് എഫക്റ്റ്. എഡ്ജ് എഫക്റ്റ് ആണ് കേട്ടോ. The phenomenon of occurrence of additional species found in the ecotone or transitional zone between adjoining ecosystem is known as edge effect. Okay, edge effect. 262-ാമത്തെ ക്വസ്റ്റ്യൻ എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് റിസംബിൾ വൺ അനദർ ഇൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ ഇസ് കോൾഡ് എ സ്പീഷീസ്. എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് റിസംബിൾ വൺ അനദർ ഇൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ ഈസ് കോൾഡ് എ സ്പീഷീസ്. ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഓർഗാനിസം ആണ്. അത് റിസംബിൾ ചെയ്യും വൺ അനദർ ഇൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ ഇസ് കോൾഡ് സ്പീഷീസ്. 263-ാമത്തെ ക്വസ്റ്റ്യൻ ഓൾ ദ ജീൻസ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് കോൾഡ് ജീൻ പൂൾ. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ ജീൻസ് ഓഫ് എ പോപ്പുലേഷനെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയാം. 264-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഇൻ ഇന്ത്യ ഈസ് കോർബറ്റ് നാഷണൽ പാർക്കാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കോർബറ്റ് നാഷണൽ പാർക്കാണ്. 265-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് ദ ബയോഡൈവേഴ്സിറ്റി ബിൽ ഇൻ ദ ഇയർ. 2002-ലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ബയോഡൈവേഴ്സിറ്റി ബില്ല് പാസ് ചെയ്തത്. 266-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ് ലോസ്. അതായത് ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ്സോ ആനിമൽസോ ഡിസ്ട്രക്റ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയാം. 267-ാമത്തെ ക്വസ്റ്റ്യൻ സൂസ് ആർ എക്സാമ്പിൾ ഫോർ എക്സിറ്റു കൺസർവേഷൻ. എക്സാമ്പിളാണ് സൂ എന്ന് പറയുന്നത്. സൂസ് ആർ എക്സാമ്പിൾ ഫോർ എക്സിറ്റു കൺസർവേഷൻ. 268-ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് കോർബറ്റ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ്. ഏത് സ്റ്റേറ്റിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ്. 269-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ഇരവിക്കുളാണ്. ഇരവിക്കുളാണ് ആദ്യത്തെ കേരളത്തിലെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവിക്കുളാണ്. 270-ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ വാസ് പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച്ഡ്. പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്തിരിക്കുന്ന വർഷം ഏതാണ്? 1973-ലാണ്. 1973-ലാണ് ടൈഗർ ലോഞ്ച് ചെയ്തേക്കുന്നത്. പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്തേക്കുന്നത് 1973-ലാണ്. 271-ാമത്തെ ക്വസ്റ്റ്യൻ എർത്ത് സമ്മിറ്റ് ഓഫ് റയോ ഡെ ജനീറോ 1992 resulted in conservation of biodiversity. Earth Summit of Rio de Janeiro 1992 resulted in conservation of biodiversity. Conservation of biodiversity ആണ് ആ ഒരു റയോ ഡെ ജനേരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ 1992 എർത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി സംഭവിച്ചു എന്നുള്ളതാണ്. 272-ാമത്തെ ക്വസ്റ്റ്യൻ ലയൺസ് ആർ ഫൗണ്ട് ഇൻ ഗിർ ഫോറസ്റ്റിലാണ് കേട്ടോ. ലയൺസിനെ കാണാൻ പറ്റുക ഗിർ ഫോറസ്റ്റിലാണ്. 273-ാമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ പാർക്ക് അസോസിയേറ്റ് വിത്ത് റൈനോസെറോസ് ഈസ് കസിറംഗയാണ്. നാഷണൽ പാർക്ക് അസോസിയേറ്റ് വിത്ത് റൈനോസെറോസ് ഈസ് കസിറംഗയിലാണ് കേട്ടോ. നാഷണൽ പാർക്ക് അസോസിയേറ്റ് വിത്ത് റൈനോസെറോസ് ഈസ് കസിറംഗ. 274-ാമത്തെ ക്വസ്റ്റ്യൻ സം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ എക്സ്ട്രീംലി റെയർ ആണ് ആൻഡ് മേ ഒക്കർ ഓൺലി അറ്റ് എ ഫ്യൂ ലൊക്കേഷൻ ആർ കോൾഡ് എൻഡേഞ്ചേർഡ്. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സ്പീഷീസ് അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ എക്സ്ട്രീംലി റെയർ ആയിരിക്കും. അതുപോലെ തന്നെ അത് എവിടെയെങ്കിലും ഫ്യൂ ലൊക്കേഷൻസിൽ മാത്രമാണ് കാണപ്പെടുക. അതിനാണ് നമ്മൾ എൻഡേഞ്ചേർഡ് എന്ന് പറയാം. ഓക്കെ,
275ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓൺലി non-breeding colony of the greater and lesser flamingos in our country is seen in the dash desert. The Great Ran of Kachilana കേട്ടോ. The only non-breeding colony of the greater and lesser flamingos in our country is seen in the Great Ran of Kach desertലാണ്. 276ാമത്തെ ക്വസ്റ്റ്യൻ. The one-horned rhinoceros is now restricted to which state? ആസാമിലാണ് കേട്ടോ. The one-horned rhinoceros is now restricted to which state? ആസാമിലാണ് കേട്ടോ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്. 277ാമത്തെ ക്വസ്റ്റ്യൻ. ഏഷ്യാറ്റിക് ലയൺ ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ഗിർ ഫോറസ്റ്റിൽ മാത്രമാണ് ഏഷ്യാറ്റിക് ലയൺസ് ഉള്ളത് കേട്ടോ, ഗിർ ഫോറസ്റ്റിൽ. 278ാമത്തെ ക്വസ്റ്റ്യൻ. ലാർജസ്റ്റ് റെപ്റ്റൈൽ ഇൻ ദ വേൾഡ്? അനാക്കോണ്ടയാണ് കേട്ടോ. റെപ്റ്റൈൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റെപ്റ്റൈൽ ഇൻ ദ വേൾഡ് അനാക്കോണ്ടയാണ്. 279ാമത്തെ ക്വസ്റ്റ്യൻ. സ്നോ ലിയോപാഡ് ഈസ് ഫൗണ്ട് ഇൻ വിച്ച് നാഷണൽ പാർക്ക്? സ്നോ ലിയോപാഡ് ഫൗണ്ട് ചെയ്യുന്നത് ഏത് നാഷണൽ പാർക്കിലാണ്? ദ ഗ്രേറ്റ് ഹിമാലയനിലാണ് കേട്ടോ. ദ ഗ്രേറ്റ് ഹിമാലയനിലാണ് സ്നോ ലിയോപാഡ് കാണപ്പെടുക. 250ാമത്തെ ക്വസ്റ്റ്യൻ. പോയിൻ്റ് കലിമിയർ സാങ്ച്വറി സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? പോയിൻ്റ് കലിമിയർ സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് പോയിൻ്റ് കലിമിയർ സാങ്ച്വറി സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് തമിഴ്നാടു. ഓക്കെ. 251ാമത്തെ ക്വസ്റ്റ്യൻ. ദ മൂവ്മെൻറ്റ് ബീജ് ബച്ചാവോ ആന്തോളൻ വാസ് എയിംഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ക്രോപ്സ് ആണ് കേട്ടോ. ക്രോപ്സിൻ്റെ കൺസർവേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ബീജ് ബച്ചാവോ ആന്തോളൻ മൂവ്മെൻറ്റ് എയിം ചെയ്തിരിക്കുന്നത്. ക്രോപ്സിനെ കൺസർവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 282ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ സൈലൻറ്റ് വാലി വാസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ പാർക്ക്? 1984ലാണ് സൈലൻറ്റ് വാലി ഒരു നാഷണൽ പാർക്കായിട്ട് അംഗീകരിച്ചത്. 283ാമത്തെ ക്വസ്റ്റ്യൻ. ദ റെഡ് ഡാറ്റ ബുക്ക് വിച്ച് ഇസ് ലിസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ IUCN ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 284ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ്സ് ഇൻ ഇന്ത്യ? നീൽഗിരിയാണ് കേട്ടോ. നീൽഗിരിയാണ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ചെയ്യുന്നത് ഇന്ത്യ. നീൽഗിരിയാണ്. 285ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഓഫ് ചൂലന്നൂർ സാങ്ച്വറി? പീക്കോക്കാണ്. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഓഫ് ചൂലന്നൂർ സാങ്ച്വറി പീക്കോക്കാണ് കേട്ടോ. 286ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്റ്റിൻറ്റ് സ്പീഷീസ്? ഡോഡോ ആണ്. എക്സ്റ്റിൻറ്റ് സ്പീഷീസ് ഏതാണ്? ഡോഡോ. ഓക്കെ. അത് മൺമറഞ്ഞു പോയി, അതിനെ കാണാൻ പറ്റില്ല ഇപ്പോൾ. അത് ഇപ്പോൾ ഇല്ല. സ്പീഷീസ് ഡോഡോ എന്ന് പറഞ്ഞ സ്പീഷീസ് ഇപ്പോൾ ഇല്ല, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. 287ാമത്തെ ക്വസ്റ്റ്യൻ. മെനി വൈൽഡ് പ്ലാന്റ് ആൻഡ് ആനിമൽസ് ആർ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ? മെനി വൈൽഡ് പ്ലാന്റ് ആൻഡ് ആനിമൽസ് ആർ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ. ഓക്കെ. ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ മൂലമാണ് ഒരുപാട് വൈൽഡ് പ്ലാന്റും ആനിമൽസും വേർജ് ഓഫ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നത്. ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ മൂലമാണെന്നാണ് പറഞ്ഞത്. 288ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് എൻഡേഞ്ചേർഡ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ? എവർഗ്രീൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ്. എവർഗ്രീൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് മോസ്റ്റ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. എവർഗ്രീൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ്. 289ാമത്തെ ക്വസ്റ്റ്യൻ. ഇരവിക്കുളം നാഷണൽ പാർക്ക് കൺസേർവ്സ്? ഇരവിക്കുളം നാഷണൽ പാർക്ക് കൺസർവ് ചെയ്യുന്നത് എന്തിനെയാണ്? നീൽഗിരി താറാണ് കേട്ടോ. നീൽഗിരി താറാണ്. 290ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ? ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 291ാമത്തെ ക്വസ്റ്റ്യൻ. അഗസ്റ്റി മലൈ ബയോസ്ഫിയർ റിസർവ് ഈസ് ഇൻ തിരുവനന്തപുരം. അഗസ്റ്റി മല എന്ന് പറഞ്ഞിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ. 292ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ എക്സിറ്റീവ് കൺസർവേഷൻ? എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? കൺസർവേഷൻ ഓഫ് എ സ്പീഷീസ് ഔട്ട്സൈഡ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ്. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നും ഔട്ട്സൈഡ് ആയിട്ടുള്ള അതിൻ്റെ പുറത്ത് പോയിട്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു കൺസർവേഷനെയാണ് നമ്മൾ എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എവിടെയാണോ അതിൻ്റെ നിൽക്കുന്നത് ആ ഹാബിറ്ററ്റ് നമ്മൾ സംരക്ഷിക്കുക, അതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ. ഓക്കെ. 293ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഗ്രീൻ ബെഞ്ച്? ദ സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഗ്രീൻ ബെഞ്ച് തമിഴ്നാടാണ് കേട്ടോ. ദ സ്റ്റേറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഗ്രീൻ ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് തമിഴ്നാടാണ്. ഗ്രീൻ ബെഞ്ച് എന്ന് ആലോചിക്കുക, തമിഴ്നാടാണെന്ന് ആലോചിക്കുക. ഓക്കെ. 294ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ എൻഡേഞ്ചേർഡ് ആനിമൽ വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ രാജമല നാഷണൽ പാർക്ക്? രാജമല നാഷണൽ പാർക്കിനെ ഒരു ആനിമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാജമല നാഷണൽ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നീൽഗിരി താറാണ് കേട്ടോ. ദ എൻഡേഞ്ചേർഡ് ആനിമൽ വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻ രാജമല
രാജ്മല നാഷണൽ പാർക്ക്. നീൽഗിരി താറാണ് കേട്ടോ, നീൽഗിരി താർ. 295ാമത്തെ ക്വസ്റ്റ്യൻ, ആനിമൽ ആൻഡ് പ്ലാന്റ്സ് ആർ ബെസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഇൻ നാഷണൽ പാർക്കിൽ. നാഷണൽ പാർക്കിൽ നമ്മൾ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ബെസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. 296ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് ഫസ്റ്റ് തേക്ക് ഫോറസ്റ്റ് വാസ് പ്ലാന്റഡ് ഇൻ 1842 ഇൻ കേരള. ഐഡൻറ്റിഫൈ ദ പ്ലേസ്. നിലമ്പൂരാണ് കേട്ടോ. വേൾഡ്സ് ഫസ്റ്റ് തേക്ക് ഫോറസ്റ്റ് വാസ് പ്ലാന്റഡ് ഇൻ 1842 ഇൻ ദ കേരള. ഐഡൻറ്റിഫൈ ദ പ്ലേസ്. നിലമ്പൂരാണ്. നിലമ്പൂർ നമ്മുടെ നാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. തേക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തേക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിലമ്പൂരാണ്. ഓക്കെ. 297ാമത്തെ ക്വസ്റ്റ്യൻ, ദ നേറ്റീവ് പ്ലേസ് ഓഫ് റെഡ് വുഡ് ട്രീസ്. നേറ്റീവ് പ്ലേസ് ഓഫ് റെഡ് വുഡ് ട്രീസ് എന്ന് പറയുന്നത് എവിടെയാണ്? കാലിഫോർണിയയിലാണ് കേട്ടോ. കാലിഫോർണിയയിലാണ് റെഡ് വുഡ് ട്രീസ് ആദ്യമായിട്ടുണ്ടായത്. കാലിഫോർണിയയിലാണ്. അതാണ് നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. റെഡ് വുഡ് ട്രീസ് എവിടെയാണ്? നേറ്റീവ് പ്ലേസ് ഓഫ് റെഡ് വുഡ് ട്രീസ് എവിടെയാണ്? കാലിഫോർണിയയിലാണ് കേട്ടോ. 298ാമത്തെ ക്വസ്റ്റ്യൻ, സെൻറ്റർ ഓഫ് മോഡേൺ ന്യൂക്ലിയർ ടെക്നോളജി ഇൻ ഇന്ത്യ. BARC ആണ് കേട്ടോ. സെൻറ്റർ ഓഫ് മോഡേൺ ന്യൂക്ലിയർ ടെക്നോളജി ഇൻ ഇന്ത്യ BARC, ബാർക്ക്. 299ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻസിനറേറ്റർ. എന്താണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്? ഫർനേസ് യൂസ്ഡ് ഫോർ ബേണിംഗ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റുകൾ നമ്മൾ ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് നമ്മൾ ഇൻസിനറേറ്റർ എന്ന് പറയാം. 300ാമത്തെ ക്വസ്റ്റ്യൻ, ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഈസ് കോൾഡ് ലോസ് ഏഞ്ചലസ് സ്മോഗ് കേട്ടോ. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ നമ്മൾ പറയുന്നത് എന്താണ്? ലോസ് ഏഞ്ചലസ് സ്മോഗാണ്. ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്നാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ നമ്മൾ പറയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.